പ്രഥമ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു തുടക്കമല്ല ലഭിച്ചത്. ടൂർണമെന്റ് പകുതിയോടടുക്കവേ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 8ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. 6 മത്സരങ്ങൾ കളിച്ച രാജസ്ഥാൻ റോയൽസിന് 2 ജയിക്കാനായിട്ടുള്ളൂ. ശേഷിച്ച 4 മത്സരത്തിലും രാജസ്ഥാൻ പരാജയം നേരിട്ടു. ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ള 8 മത്സരങ്ങളും ഏറെ നിർണായകമാണ്. ഇതിൽ 6 ജയിക്കാനായാൽ മാത്രമേ രാജസ്ഥാന് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പുള്ളൂ. രാജസ്ഥാൻ നായകനായ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സീസൺ കൂടിയായിരിക്കും ഇത്. ഇത്തവണ ടീം പ്ലേ ഓഫിലെത്തിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെയും ബാധിക്കാനിടയുണ്ട്. എന്നാൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ തട്ടകമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 രാജസ്ഥാൻ്റെ മത്സരം. 5 മത്സരങ്ങളിൽ 1 മാത്രം തൊട്ട ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിക്കുക എളുപ്പമല്ല. അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ പരാജയത്തിൽ നിന്ന് തിരികെ എത്താനുള്ള ശ്രമത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. പോയിന്റ് ടേബിളിൽ ഡൽഹി ക്യാപിറ്റൽസ് 2ാം സ്ഥാനത്താണ്. അവസാന മത്സരം മുംബൈ ഇന്ത്യൻസിനെതിരെ തോറ്റത് ഡൽഹിയുടെ ഒരു ഓഫ് ഡേ മാത്രമാണ് എന്ന് തന്നെ പറയാം. 3 കൊല്ലത്തിന് ശേഷം IPL കളിക്കുന്ന കരുൺ ഉൾപ്പെടെ ബാറ്റിംഗ് നിര ഡൽഹിയുടേത് മികച്ച ഫോമിലാണ്. എന്നാൽ രാജസ്ഥാൻ റോയൽസിൽ പഴയ പ്രശ്നങ്ങൾ തുടരുകയാണ്. വളരെ മോശം ബോളിംഗ് നിരയാണ് രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബാറ്റിംഗ് നിരയും ദുർബലമാണ്.